ബിഗ് ബോസിനകത്ത് നമ്മുടെ മുൻഷി രഞ്ജിത്തിന് പ്രത്യേകിച്ചൊന്നും ബിഗ് ബോസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പുള്ളിക്കാരൻ ഫസ്റ്റ് വീക്കിൽ തന്നെ ഔട്ടായി പുറത്തു പോകുന്നുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ രണ്ടാമത് പുള്ളിക്കാരൻ റീ എൻട്രി ചെയ്ത് കയറിയ സമയത്ത് പുള്ളിക്കാരൻ വന്നിട്ട് കുറച്ചൊന്ന് ആക്റ്റീവായി. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ അന്ന് തന്നെ നമ്മൾ ഒരു പിന്നെ പ്രൊമോ വന്നില്ലായിരുന്നോ? നമ്മുടെ അനീഷിനോട് ചോദിക്കുന്നില്ലേ? അനുമോള് പറ്റിക്കുകയായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നില്ലേ? അപ്പൊ അത് ചോദിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ അകത്തോട്ട് കയറി വരുന്നതും, പുള്ളിക്കാരൻ കുറച്ച് ആക്റ്റീവ് ആകുന്നതും, അനീഷിനോടാണെങ്കിലും അനുമോളോടാണെങ്കിലും എല്ലാവരുടെയും കയർത്ത് സംസാരിച്ച് ഒരു ആക്റ്റീവ് ആകാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ നമ്മുടെ സാരിയൊക്കെ ഉടുത്തുകൊണ്ട് അവിടെല്ലാം നടന്നുകൊണ്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളുടെ കൂടായിരുന്നു പുള്ളിക്കാരൻ എപ്പോഴും. കാരണം ഏത് സമയത്തും പുള്ളിക്കാരൻ അനുമോളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു. കാരണം സ്ക്രീൻ സ്പേസ് കിട്ടുമെന്ന് പുള്ളിക്കാരന് നല്ലതുപോലെ അറിയാം. അത് അനുമോള് സംസാരിക്കുകയും ചെയ്യുന്നു. അനുമോള് പുള്ളിക്കാരനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, "ചേട്ടൻ എൻ്റെ പിന്നാലെ വരുന്നത്, എന്നോട് ഇങ്ങനെ ചൊറിയാൻ വരുന്നത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി ചേട്ടാ. കാരണം ചേട്ടന് അഭിനയിച്ച രംഗത്ത് വന്ന ചേട്ടനാണ്. അപ്പം സ്ക്രീൻ സ്പേസ് കിട്ടാതിരുന്നതിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്." അപ്പൊ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു ദിവസം അനുമോള് നമ്മുടെ പൊടിയുണ്ടല്ലോ, സാമ്പാറിന്റെ ചിക്കനെ കൊണ്ട് പൊടിയെടുക്കുമ്പോൾ കണ്ണിൽ വാരി ഇടുവോ എന്ന് പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തിന് പുള്ളിക്കാരനോട് സോറി ചോദിക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ എപ്പിസോഡിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ പിന്നീട് അനുമോള് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അനുമോൾ ആ സ്ക്രീൻ സ്പേസ് ന് വേണ്ടി പുള്ളിക്കാരനോട് കുറേ സംസാരിക്കുന്നു. സങ്കടങ്ങളൊക്കെ പറയുന്നു. ഇല്ല, എല്ലാവരും പുറത്തുനിന്ന് എല്ലാവരും കൂടെ വന്നപ്പോൾ പുള്ളിക്കാരി ആകെ വിഷമത്തിലായിരുന്നല്ലോ. ആ സന്ദർഭത്തിലാണ് ഇവര് തമ്മിൽ കൂടുതൽ അടുക്കുന്നതും ഈ പുള്ളിക്കാരനോട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് രഞ്ജിത്തേട്ടൻ വന്നതെന്നും അത് ഇപ്പൊ കുഴപ്പമില്ല എന്നും ഒക്കെ അനുമോള് ഈ രഞ്ജിത്തേട്ടനോട് പറയുന്നുണ്ട്. അപ്പൊ രഞ്ജിത്തേട്ടൻ കൂടുതൽ അനുമോളെ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ കരയുകയും ചെയ്യുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സീനൊന്നും എപ്പിസോഡിൽ വന്നിട്ടേ